അപ്പോൾ വിവിധ കേന്ദ്രങ്ങളിൽ ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ്. തിരുവനന്തപുരത്ത് സാരംഗ് സുധാകരനുണ്ട്, കൊച്ചി പറവൂരിൽ ഡാനി പോളുണ്ട്, കളമശ്ശേരിയിൽ നവമിയുണ്ട്, മലപ്പുറത്ത് CV അനുമോദുണ്ട്, കാസർഗോഡ് KV ബൈജു ഉണ്ട്, കണ്ണൂരിൽ VV അരുണുണ്ട്, TG സജിത്തുണ്ട്. അങ്ങനെ നിരവധി റിപ്പോർട്ടർമാർ കലാശക്കൊട്ടിന്റെ ഏറ്റവും എല്ലാ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സജ്ജമായിരിക്കുകയാണ്. നമുക്ക് അതിനു മുൻപ് ഈ കലാശക്കൊട്ടിലേക്ക് പോകുമ്പോൾ മുന്നണികളുടെ ആത്മവിശ്വാസം എത്രമാത്രം എന്നത് കൂടി പരിശോധിക്കാം. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കലാശക്കൊട്ടിന്റെ ദിവസവും പറയുന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന് കരുതിയവർക്ക് കടുത്ത നിരാശയുണ്ടായി എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അബദ്ധജടിലമായ കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി പറയുന്നതെന്നും മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി LDF സർക്കാർ തുടരുകയാണ്. എന്നാൽ സ്വാഭാവികമായി അങ്ങനൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന് വിചാരിച്ചവർക്കൊക്കെ കടുത്ത നിരാശ ഉണ്ടാകുന്ന തരത്തിലാണ് ജനങ്ങളിൽ നിന്നും പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. എവിടെയും അത്തരത്തിലൊരു ഭരണവിരുദ്ധ വികാരം പ്രകടമല്ല. അതേസമയം ഭരണപക്ഷവും പ്രതിപക്ഷവും എന്നതിലെടുത്താൽ പ്രതിപക്ഷത്തോടുള്ള അവിശ്വാസം, അതോടൊപ്പം വല്ലാത്ത അസന്തുഷ്ടി അത് ജനങ്ങളുടെ ഭാഗത്ത് കാണാനുമുണ്ട്. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ 100ലേറെ സീറ്റുമായി UDF അധികാരത്തിൽ വരുമെന്ന് ആവർത്തിക്കുകയാണ് VD സതീശൻ. തികഞ്ഞ ആത്മവിശ്വാസമാണ് കൊട്ടിക്കലാശത്തിന്റെ ദിവസവും പ്രതിപക്ഷ നേതാവ് പ്രകടമാക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും വലിയ വെല്ലുവിളി VD സതീശൻ ഉയർത്തിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ 100ലേറെ സീറ്റ് വാങ്ങി UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ വനവാസം എന്നതാണ് VD സതീശൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ വലിയ വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നും തികഞ്ഞ ആത്മവിശ്വാസം VD സതീശൻ പുലർത്തുന്നു. 10 വർഷക്കാലത്തെ പിണറായി സർക്കാരിന്റെ ദുർഭരണം അവസാനിപ്പിച്ച് 100ലധികം സീറ്റുമായി ടീം UDF അധികാരത്തിലേക്ക് തിരിച്ചുവരും. കേരളം മുഴുവൻ അതിശക്തമായ UDF തരംഗമാണ്. ഈ സർക്കാർ വിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണ്. അപ്പോൾ സർക്കാർ വിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതേസമയം സർക്കാർ വിരുദ്ധമായിട്ടുള്ള ഒരു സാഹചര്യവും സംസ്ഥാനത്തില്ല എന്നതാണ് മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസം. ഏതായാലും പ്രോഗ്രസ് റിപ്പോർട്ട് ഉൾപ്പെടെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സർക്കാർ തുടർ ഭരണം ജനങ്ങളോട് ചോദിക്കുന്നത്. 97% വാഗ്ദാനങ്ങളും നടപ്പാക്കി എന്നതാണ് സർക്കാരിന്റെ അവകാശവാദവും ആത്മവിശ്വാസവും. അതേസമയം 100ലധികം സീറ്റ് വാങ്ങി UDF അധികാരത്തിൽ വരും എന്നത് UDFും ഉറച്ചു വിശ്വസിക്കുകയാണ്. അതേസമയം NDA അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അക്കങ്ങളിലേക്ക് ഇത്തവണ എത്താനാകുമെന്ന തികഞ്ഞ പ്രതീക്ഷ കൂടി പുലർത്തുന്ന ദിവസങ്ങളാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ആ ആത്മവിശ്വാസം അവർ ഇപ്പോഴും തുടരുന്നുണ്ട്. നമുക്കൊപ്പം പ്രതിനിധികൾ കൂടി ചേരുകയാണ്. ഞങ്ങളുടെ കൊച്ചി പറവൂരിൽ നിന്ന് ഡാനി പോളാണ് നമുക്കൊപ്പം ചേരുന്നത്. ഡാനി, വലിയ ആത്മവിശ്വാസമാണ് പ്രതിപക്ഷ നേതാവ് ഇന്നും പുലർത്തിയത്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ എടുത്തു നോക്കിയാൽ പ്രചാരണത്തിന് ലഭിച്ചത് ഏറ്റവും കുറഞ്ഞ ദിവസമാണ്, 23 ദിവസമാണ്. അതിൽ UDFനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി നിർണയമായിരുന്നു. പക്ഷേ അതുപോലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ ഭേദപ്പെട്ട നിലയിൽ അവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ വലിയ ആത്മവിശ്വാസമുണ്ട്. അതേസമയം വനവാസം എന്ന ഒരു വലിയ ചാലഞ്ച് ഏറ്റെടുത്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇത്തവണ മത്സര രംഗത്തുള്ളത് എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവസാന നിമിഷങ്ങളിൽ എങ്ങനെയാണ് എറണാകുളത്ത് സാഹചര്യങ്ങൾ, VD സതീശന്റെ മണ്ഡലത്തിൽ സാഹചര്യങ്ങൾ? രേണുക, വലിയ രീതിയിലേക്ക് ഒരു കൊട്ടിക്കലാശത്തിൻ്റെ മൂഡിലേക്കെല്ലാം തന്നെ പറവൂർ മണ്ഡലം എത്തിയിരിക്കുന്നു. നമ്മളിപ്പോൾ ഈ നമ്പൂരിച്ചൻ ആലിന് അവിടെയാണ് കൊട്ടിക്കലാശമുള്ളത്, അവിടെയാണ് തുടരുന്നത്. വലിയ എന്തെങ്കിലും കേൾക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ പോലും എനിക്ക് സംശയമുണ്ട് അവിടെ. കാരണം ആ രീതിയിലേക്ക് വലിയ ആത്മവിശ്വാസത്തിലേക്ക് മുന്നണികൾ മാറിയിരിക്കുന്നു. അതിപ്പോൾ എല്ലാവരുടെയും കാര്യങ്ങളും 3 മുന്നണികളുടെയും കാര്യങ്ങളും ഇത് തന്നെയാണ്. 3 മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്.
പറഞ്ഞോളൂ ഡാനി, കേൾക്കാം. വലിയ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, പ്രചരണ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും പോവുകയാണ്. പറവൂരിൽ വി.ഡി. സതീശന്റെ വാഹനം പോയതിന് ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ പറവൂർ നമ്പൂരിച്ചൻ ആലിന് സമീപമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ വി.ഡി. സതീശൻ പറവൂർ മാർക്കറ്റ് തുടങ്ങിയവിടങ്ങളിലെല്ലാം തന്നെ ഇവിടെ വോട്ട് ചോദിച്ചുകൊണ്ട് അദ്ദേഹം എത്തുകയുണ്ടായി. ഇതിലെല്ലാം അതിനുശേഷം വാർത്താ സമ്മേളനം നടക്കുന്നു. അവിടെയെല്ലാം വി.ഡി. സതീശൻ പ്രകടമാക്കുന്ന ഒരു കാര്യം വലിയ ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസത്തോടുകൂടി തങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതാണ് പറയുന്നത്. കാരണം 100 സീറ്റുകൾ നേടിക്കൊണ്ട് തന്നെ അധികാരത്തിലേക്ക് എത്തും. അത്തരം കാര്യങ്ങളിൽ യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. പല സർവേകളും ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട്. ഈ സർവേകളെല്ലാം തന്നെ പറയുന്നത് അതൊരു CPM-ന്റെ ഉപകരണങ്ങളായ ചില സർവേകളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിനെല്ലാം മറികടന്നുകൊണ്ട് മികച്ച വിജയം നേടിയെടുക്കാൻ UDF-ന് കഴിയും. ടീം UDF എന്ന പ്രയോഗത്തിലൂടെ അദ്ദേഹം അന്വർത്ഥമാക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു വിജയം നേടിക്കൊണ്ട് തങ്ങൾ ഇത് തെളിയിച്ചു കൊടുക്കും. അതിന് യാതൊരു സംശയവുമില്ല. കേരളമെമ്പാടും ആ രീതിയിലുള്ള ഒരു തരംഗം നിലനിൽക്കുന്നുണ്ട്. അതൊരു ഭരണവിരുദ്ധ വികാരമാണ്. അത് തീർച്ചയായും തന്നെ അത് പ്രതിഫലിക്കുകയും ചെയ്യും. പോളിംഗ് ബൂത്തുകളിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല രേണുക, നമ്മൾ ഈ കഴിഞ്ഞ നാളുകളായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഈ പ്രചരണ സമയത്തേക്കെല്ലാം തന്നെ പോകുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം നിറഞ്ഞ ഒരു വാക്പോരിലേക്കെല്ലാം തന്നെ മാറിയിരിക്കുന്നു എന്നതാണ്. കാരണം പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും എല്ലാം തന്നെ നേർക്കുനേർ വാക്കുകൾ കൊണ്ട് കോർക്കുന്ന ഒരിടമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം തന്നെ മാറിയിരിക്കുന്നു. ഒരാൾ ഒരു ഭാഗത്ത് ചോദിക്കുന്നു, പിന്നീട് അതിന് മറുപടി മറ്റൊരിടത്തുണ്ടാകുന്നു, അവസാനം നേർക്കുനേർ വാഗ്വാദമാകുന്നു. ആ രീതിയിലേക്ക് പോകുന്നു. പരസ്യമായി സംവാദത്തിന് വെല്ലുവിളിക്കുന്നു. അതെല്ലാം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ നാളുകൾ അത്ര കണ്ട പരിചിതമല്ലാത്ത ചില കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെയാണ് സൈബർ ഇടങ്ങളിൽ നടക്കുന്ന രൂക്ഷമായ വാക്പോരുമല്ല. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി, ഈ പ്രചാരണത്തിൻ്റെ ഭാഗമായി ഇതിൻ്റെ ഇടവേളകളിലെല്ലാം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതതിൻ്റെ ഒരു അവസാന ലാപ്പാണ്. അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. ഓർക്കുക, ഇന്നും അതിന് ഒരു ശമനവും അതിന് ഉണ്ടായിട്ടില്ല എന്നതാണ്. വാക്പോര് തുടരുകയാണ്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് രേവന്ത് റെഡ്ഡിക്കെതിരെയുള്ള ഒരു പരാമർശമുണ്ടാകുന്നു. അതിന് മറുപടിയായിട്ട് പിന്നീട് വി.ഡി. സതീശൻ്റെ ഭാഗത്തു നിന്ന് അതിന് മറുപടി അവിടെ നിന്നുണ്ടാകുന്നു. ഇത് തുടർച്ചയാണ്. ഈ വാക്പോരെല്ലാം തന്നെ പോവുകയും ചെയ്യുന്നു. എന്തായാലും ഇതിന് ഇപ്പോൾ ഔദ്യോഗികമായി ഇനി ഏതാണ്ട് 3 മണിക്കൂറുകൾ കൂടിയാണ് പ്രചാരണ രംഗത്ത് ഔദ്യോഗികവുമായിട്ടുള്ളത്. ഇതിനുശേഷം നിശബ്ദ പ്രചാരണത്തിലേക്ക് അടക്കം കടക്കുമ്പോൾ ഇതിൻ്റെ അലയൊഴികൾ ബാക്കി ദിവസങ്ങളിലും ബാക്കി സമയങ്ങളിലും ഉണ്ടാകുമെന്നത് സുനിശ്ചിതമായൊരു കാര്യമാണ്. ഏതായാലും പറവൂരിൽ ഇപ്പോൾ നടക്കുന്നത് ഈ രീതിയിൽ വലിയ ഒരു കൊട്ടിക്കലാശം അതിൻ്റെ ഒരു മൂഡിലേക്ക് ആദ്യ മണിക്കൂറുകളിലേക്ക് തന്നെ പോയിരിക്കുന്നു എന്നതാണ്. ഇവിടെ NDAയുടെ സ്ഥാനാർത്ഥി വത്സല പ്രസന്നകുമാറാണ്. കോൺഗ്രസ് നേതാവായിരുന്നു. അതോടൊപ്പം തന്നെ പറവൂർ നഗരസഭാധ്യക്ഷയായിരുന്നു. വി.ഡി. സതീശനോട് തന്നെ നേരിട്ട് അവരുടെ സജീവ പ്രവർത്തകയായിരുന്നു. വലിയ രീതിയിൽ അവഗണന നേരിടുന്നു എന്ന് പറഞ്ഞാണ് അവർ ക്യാമ്പ് വിടുന്നത്. ഒപ്പം തന്നെ ഇടത് ക്യാമ്പിൽ ടൈസൺ മാസ്റ്ററാണ് കയ്പമംഗലത്തിൽ നിന്ന് ഇവിടേക്ക് കയ്പമംഗലം നിലയായിരുന്നു. ഇവിടേക്ക് വരുന്നു. വി.ഡി. സതീശൻ നേരിടാൻ ഇത്തവണ CPI നിയോഗിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.